ഈ വാല്യൂവിൽ കൂടി ഊന്നിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ചന്ദ്രശേഖരൻ പുലർത്തുന്നത്. അവിടെ എന്റെ പാർട്ടി പറയുന്നത്, എന്റെ പ്രത്യയശാസ്ത്രം പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഇത് മാത്രമാണ് ശരി, മറ്റെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന വ്യാഖ്യാനമുണ്ടല്ലോ. പാർട്ടിസാൻ സമീപനം എന്ന് ഞാൻ വാക്ക് ഉപയോഗിച്ചത് ഒരു പഴയ വാക്ക് ഉപയോഗിച്ചെന്നുള്ള എല്ലാവർക്കും പരിചയമുള്ള വാക്ക്, അത് ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ചുകൊണ്ടല്ല. അങ്ങനെയുള്ള ഒരു സമീപന രീതി അല്ല. നിഷ്പക്ഷതയോടുകൂടി കലാവസ്തു മാത്രമാണ് എന്റെ മുന്നിലുള്ള സമീപനമാണ് ചന്ദ്രശേഖരൻ. അങ്ങനെ കലാവസ്തു എന്ന ഇതിൽ ഇവാല്യുവേറ്റീവായ ഒരു സമീപനമാണ് ഈ ചലച്ചിത്ര നിരൂപകൻ. വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ കുറച്ചു കാലമായിട്ട് ഏതാണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു ആശയം, പ്രത്യേകിച്ചും ഈ ഉത്തരാധുനിക കാലത്ത് സ്ഥാപിക്കപ്പെട്ട ആശയം, വാല്യൂ, മൂല്യം എന്നൊരു സാധനം ഇല്ല. അങ്ങനെ മൂല്യമൊന്നുമില്ല. ഓരോ കാലത്ത് ഇങ്ങനെ ഓരോരുത്തർ വായിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭൂതിയാണ് അതിന്റെ മൂല്യം. അല്ലാതെ സവിശേഷമായ ശാശ്വത മൂല്യങ്ങളൊന്നുമില്ല. ഈ ശാശ്വത മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സവർണരുടെ മൂല്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകളുടെ മൂല്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ വലതുപക്ഷക്കാരുടെ, അങ്ങനെ ചില മൂല്യങ്ങളേ ഉള്ളൂ. കലാമൂല്യം എന്നൊന്നുമില്ല. മൂല്യത്തിന്റെ പിന്നാലെ പോകേണ്ടതില്ല. അപ്പൊ മൂല്യത്തിന്റെ പിന്നാലെ പോകേണ്ടതില്ല എന്നും മൂല്യമില്ല എന്നും നമ്മൾ സ്ഥാപിച്ചാൽ ഒരു വലിയ ഗുണമുണ്ട്. എല്ലാം ഒരേ നിലവാരമുള്ള കലയായിത്തീരും. ആരും ഒരേ നിലവാരത്തിൽ, ഏത് നോവലിസ്റ്റും ചന്തുമേനോനും ശ്രീരാമപിള്ളയും ആയിത്തീരും, ഏത് ചിത്രകാരനും പിക്കാസോയും രവിവർമ്മയും ആയിത്തീരും, ഏത് ശില്പിയും കാനായി കുഞ്ഞിരാമനും ഹെൻറി മൂറുമായി തീരും. കാരണം എല്ലാവരും മൂല്യമില്ലല്ലോ, എല്ലാവരും തുല്യമാണ്. ജനാധിപത്യത്തിന്റെ ഒരു സ്പേസിലാണ് പ്രവർത്തനം. പക്ഷെ യഥാർത്ഥത്തിൽ കല അങ്ങനെയല്ല. എന്തായാലും അവ തമ്മിൽ വ്യത്യാസം ഉണ്ട്. ചില കലകൾക്ക് മൂല്യം കൂടുതലാണ്, അവ കൂടുതൽ കാലം നിലനിൽക്കുന്നു, വീണ്ടും വീണ്ടും ആസ്വദിക്കപ്പെടുന്നു, ഓരോ കാലത്ത് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാകും.